ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാര കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ശ്രീരാമ അവതാരത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ്. രാവണ രാക്ഷസൻ്റെ പീഡകൾ സഹിക്കാതെ വന്നപ്പോൾ ദേവന്മാർ രാവണനെ വധിച്ച് ലോകത്തെ രക്ഷിക്കണമെന്ന് ഭഗവാൻ വിഷ്ണുവിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. ആ സമയത്ത് ദശരഥ മഹാരാജാവ് ഗുരുവചനം അനുസരിച്ച് ഋഷിശൃംഗനെ ആചാര്യനാക്കി പുത്രകാമേഷ്ടിയാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജാവിന് മഹർഷി അതിവിശിഷ്ടമായ പായസം യാഗാവസാനം നൽകി. രാജാവ് ആ പായസം പത്നിമാർക്ക് കൊടുത്തു. 3 പത്നിമാരും ആ വിശിഷ്ട പായസം കഴിച്ചു. അനന്തരം 3 പേരും ഗർഭം ധരിച്ചു. സമയമായപ്പോൾ അനന്ത അവതാരമായി ലക്ഷ്മണനും, സുദർശന ചക്രത്തിൻ്റെ അവതാരമായി ഭരതനും, ശംഖിൻ്റെ അവതാരമായി ശത്രുഘ്നനും, പിന്നെ അവരോടൊപ്പം സാക്ഷാൽ ഭഗവാനും രാമനാമത്തിൽ അവതരിക്കുകയുണ്ടായി. ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലെത്തിയിട്ട് രാമലക്ഷ്മണന്മാരെ തൻ്റെ യാഗരക്ഷാർത്ഥം നിയോഗിക്കണമെന്നും അവരെ കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നതെന്നും തനിക്കൊപ്പം അവരെ അയക്കണമെന്നും ദശരഥ മഹാരാജാവിനോട് അഭ്യർത്ഥിക്കുകയുണ്ടായി. രാജാവിന് ആദ്യം അത് ഉൾക്കൊള്ളാനായില്ലെങ്കിലും വസിഷ്ഠ മഹർഷിയുടെ വാക്കനുസരിച്ച് ആ ബാലന്മാരെ മുനിയോടൊപ്പം അയച്ചു. രാമൻ കോദണ്ഡം എന്ന വില്ലുമേന്തി ലക്ഷ്മണനെയും കൂട്ടി പുറപ്പെടുകയുണ്ടായി. വഴിക്ക് വെച്ച് അവർക്ക് വിശപ്പും ക്ഷീണവും ദാഹവും ഉണ്ടാവാതിരിക്കാനായി ബല അതിബല എന്ന 2 മന്ത്രങ്ങൾ മഹർഷി അവർക്ക് ഉപദേശിച്ചു കൊടുത്തു. ആ മന്ത്രത്താൽ കുമാരന്മാർക്ക് വിശപ്പും ദാഹവും ക്ഷീണവും യാത്രാക്ലേശവും ഒന്നും ഉണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. താടകവനത്തിൽ എത്തിയപ്പോൾ മുനി പറഞ്ഞു, രാമ, ജനങ്ങൾക്ക് പീഡനം നൽകിക്കൊണ്ടിരിക്കുന്ന താടക ഈ വനത്തിൽ താമസിക്കുകയാണ്. നീ അവളെ കൊല്ലണം. സ്ത്രീവധം പാപമാണെങ്കിൽ പോലും സ്ത്രീയായാലും പുരുഷനായാലും മൃഗമായാലും ലോക ഉപദ്രവകാരികളെ നശിപ്പിക്കുന്നത് മൂലം ധർമ്മം രക്ഷിക്കപ്പെടും. ധർമ്മരക്ഷയാണല്ലോ ഭഗവാന്റെ കർത്തവ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ താടകയെ വധിക്കണമെന്ന് മുനി പറഞ്ഞപ്പോൾ രാമൻ മുനിയുടെ വാക്കനുസരിച്ച് ധർമ്മരക്ഷാർത്ഥം താടകയെ വധിക്കുകയുണ്ടായി. സന്തുഷ്ടനായ മുനി ദിവ്യാസ്ത്രങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമചന്ദ്രന്. ഭാവിയിൽ ധർമ്മരക്ഷയ്ക്ക് ഇവ പ്രയോജനപ്പെടുന്നതാണ് എന്നും കൂടെ പറഞ്ഞു. ശ്രീരാമൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുനിയാഗം ആരംഭിച്ചു. എന്നാൽ പഴയ പോലെ തന്നെ രാക്ഷസന്മാരെല്ലാവരും യാഗം മുടക്കാൻ ആരംഭിച്ചു വന്നു. എന്നാൽ ശ്രീരാമചന്ദ്രൻ ആയുധം പ്രയോഗിച്ചു. അമ്പുകൊണ്ട് മാരീചൻ വിരണ്ടോടി മറ്റ് രാക്ഷസരെയെല്ലാം നിഗ്രഹിച്ചു. യാഗം ഭംഗിയായി കലാശിച്ചു. മാരീചൻ രാമനെ ശരണം പ്രാപിച്ചതിനാൽ മാരീചനെ വധിച്ചില്ല. ഭക്തനായി കഴിഞ്ഞുകൂടാം എന്നാണ് മാരീചൻ വിചാരിച്ചത്. പിന്നെ വിദേഹ രാജ്യത്തിലെ രാജധാനിയിലേക്ക് പുറപ്പെടുകയുണ്ടായി. വഴിക്ക് വെച്ച് വിശ്വാമിത്ര മഹർഷിയുടെ കൽപ്പന പ്രകാരം കല്ലായി കിടന്നിരുന്ന അഹല്യയ്ക്ക് പാദസ്പർശത്താൽ പരിശുദ്ധി നൽകി ശാപമോക്ഷം കൊടുത്തു ഭഗവാൻ. മിഥിലാപുരിയിലെത്തി ശൈവചാപം ഖണ്ഡിച്ച് ശ്രീ ഭഗവതി തന്നെയായ സീതാദേവിയെ വിവാഹം കഴിച്ചു. ഒപ്പം 3 സഹോദരന്മാരുടെ വിവാഹവും നടന്നു. അതിനുശേഷം സീതാദേവിയോടും 3 സഹോദരന്മാരോടും അവരുടെ പത്നിമാരോടും കൂടെ ഭഗവാൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. അയോധ്യയിലേക്ക് എല്ലാവരും പോകുന്ന വഴിയിൽ വെച്ച് പരശുരാമൻ ഭഗവാനെ തടഞ്ഞു നിർത്തി യുദ്ധത്തിനായി ക്ഷണിച്ചു. അദ്ദേഹം 21 വട്ടം ക്ഷത്രിയ വംശത്തെ തന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്ത് നടക്കുകയാണല്ലോ. ഭഗവാൻ ക്ഷത്രിയനായതുകൊണ്ട് തന്നെ തടഞ്ഞു നിർത്തി പരശുരാമൻ. പക്ഷേ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ പരശുരാമന് മനസ്സിലായി ഇത് സാക്ഷാൽ ഭഗവാനാണെന്ന്. അതേ തുടർന്ന് വൈഷ്ണവ തേജസ് പകർന്നു നൽകിയിട്ട് പരശുരാമൻ തിരിച്ച്
തപസ്സിനായി പോയി. പിന്നീട് ഭഗവാൻ അയോധ്യയിലേക്കെത്തി പത്നിയോടൊപ്പം സുഖമായി താമസിച്ചു. അങ്ങനെ ഒരിക്കൽ ഭരതൻ ശത്രുഘ്നനോടുകൂടി മാതുലഗ്രഹത്തിലേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് ദശരഥ മഹാരാജാവ് തൻ്റെ മൂത്ത പുത്രനായ രാമനെ രാജ്യാഭിഷേകം നടത്താൻ ആരംഭിച്ചപ്പോൾ കൈകേയി മാതാവ് അതിനെ തടഞ്ഞു. അഭിഷേകം മുടക്കി. തൻ്റെ മകനായ ഭരതന് രാജ്യം നൽകണമെന്നും രാമനെ 14 വർഷം വനവാസത്തിന് നിയോഗിക്കണമെന്നും ഇത് തനിക്ക് മുൻപ് തരാമെന്ന് പറഞ്ഞ വരം ഇപ്പോൾ ചോദിക്കുകയാണെന്നും പറഞ്ഞ് കൈകേയി ദശരഥ മഹാരാജാവിനെ നിർബന്ധിച്ചു. വരം കൊടുക്കാൻ രാജാവ് ബാധ്യസ്ഥനാണ് എന്ന് രാജാവിന് മനസ്സിലായി. അതുമാത്രവുമല്ല, വിവാഹവേളയിൽ കൈകേയിയുടെ പിതാവ് തൻ്റെ മകൾക്ക് ഉണ്ടാകുന്ന പുത്രന് രാജ്യം കൊടുക്കണമെന്ന് പറഞ്ഞതായും രാജാവ് ഓർക്കുകയും ചെയ്തു. ഈ 2 വാക്കും പാലിച്ചേ മതിയാകൂ എന്നതിനാൽ രാജാവ് ഈ വരം കൊടുക്കാൻ നിർബന്ധിതനായി. ഈ കാര്യം ശ്രീരാമചന്ദ്രൻ അറിയുകയും അച്ഛൻ്റെ വാക്ക് സത്യമായി വരേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ വളരെ സന്തോഷപൂർവ്വം വനവാസത്തിന് പോവാൻ തയ്യാറായി. അച്ഛൻ്റെ വാക്ക് പാലിക്കുന്നതിനായി ലക്ഷ്മണനെയും പത്നിയായ സീതയോടും കൂടി വനത്തിലേക്ക് പോയി. അയോധ്യയിലെ ജനങ്ങൾ പിന്തുടർന്നപ്പോൾ അവരെ വഴിയിൽ തടഞ്ഞുകൊണ്ട് ഗുഹൻ്റെ വാസസ്ഥാനത്തെത്തി. പിന്നീട് അവിടെ നിന്ന് ജട പൂണ്ട് തോണി വഴി ഗംഗാനദി കടന്ന് ഭരദ്വാജാശ്രമത്തിലെത്തി. മഹർഷിയെ വന്ദിച്ച് മഹർഷിയുടെ ഉപദേശമനുസരിച്ച് ചിത്രകൂടത്തിൽ താമസമാക്കുകയും ചെയ്തു. ചിത്രകൂടത്തിൽ അങ്ങനെ താമസിക്കവേ ഭരതൻ ശ്രീരാമചന്ദ്രനെ തൻ്റെ അയോധ്യ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി അവിടെ എത്തിച്ചേർന്നു. സ്വന്തം മാതാവിനെ ഒരുപാട് ശകാരിച്ച് ഭരതൻ അങ്ങനെ ആശ്രമത്തിലെത്തിയ ഭരതനിൽ നിന്നാണ് ശ്രീരാമചന്ദ്രൻ തൻ്റെ പിതാവ് തന്നെ വിട്ടുപോയി എന്ന വാർത്ത അറിയുന്നത്. അച്ഛൻ സ്വർഗം പൂകിയ വാർത്തയറിഞ്ഞ് ശ്രീരാമചന്ദ്രൻ വളരെയധികം ദുഃഖിതനായി. അതിനുശേഷം പിതാവിനെ ഉദകക്രിയ ചെയ്തു. ഭരതൻ രാജ്യം ഏൽപ്പിക്കുന്നതിന് വിമുഖതനായി നിൽക്കുന്നത് കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ തൻ്റെ പാദുകവും രാജ്യവും ഭരതന് നൽകി. പാദുകം വെച്ചു പൂജിച്ചു. രാമനെ പ്രതിപുരുഷനായി രാജ്യം ഭരിക്കാൻ ഭരതൻ തയ്യാറായി. പാദുകം വഹിച്ചുകൊണ്ട് ഭരതൻ പോയി. ശ്രീരാമചന്ദ്രനും സീതാദേവിയും ലക്ഷ്മണനും ചിത്രകൂടം ഉപേക്ഷിച്ചിട്ട് ഘോരമായ കൂടുതൽ ഉൾവനത്തിലേക്ക് പോയി. അവിടെ അത്രി മഹർഷിയെ കണ്ടു. അത്രി മഹർഷിയെ വന്ദിച്ചു. വഴിക്ക് ഭയങ്കരനായ അസുരനെ വധിക്കുകയുണ്ടായി. അതിനുശേഷം ഭഗവാൻ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി മഹർഷിക്ക് സദ്ഗതി കൊടുക്കുകയും ചെയ്തു. പിന്നെ അഗസ്ത്യ മഹർഷിയെ കണ്ടു. മറ്റ് താപസന്മാരോടു കൂടെ അവരെയൊക്കെ കണ്ട് അവർക്ക് വാക്കുകൊടുത്തു. അധർമ്മികളായ രാക്ഷസന്മാരെയെല്ലാം വധിച്ച് മഹർഷിമാർക്ക് രക്ഷ ചെയ്യുമെന്ന്. അഗസ്ത്യ മഹർഷിയിൽ നിന്ന് വൈഷ്ണവ ചാപവും ബ്രഹ്മാസ്ത്രവും സ്വീകരിച്ചു. വീണ്ടും മുന്നോട്ടു പോയപ്പോൾ പിതാവിൻ്റെ ഒറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടു. ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ പോയി സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടെ സന്തോഷത്തോടു കൂടെ കഴിയുകയായിരുന്നു. അങ്ങനെ പോകവേ ആ പഞ്ചവടിയിൽ ഒരിക്കൽ രാവണ സഹോദരിയായ ശൂർപ്പണഖ ആ വഴി വന്നപ്പോൾ ശ്രീരാമ ഭഗവാനെ കണ്ടു മോഹിച്ചു. അവൾ ഒരു സുന്ദരിയുടെ വേഷത്തിലെത്തി ശ്രീരാമചന്ദ്രനോട് കാമാതുരയായി തന്നോടൊപ്പം വിഹരിക്കാൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു, എനിക്കൊരു ഭാര്യയുണ്ട്. ലക്ഷ്മണൻ്റെ ഭാര്യ ഇവിടെയില്ല. നീ അവനോട് പോയി പറഞ്ഞാൽ ചിലപ്പോൾ നിന്റെ കാര്യം നടക്കും. അത് കേട്ട് അവൾ ഓടി ലക്ഷ്മണൻ്റെ അടുത്ത് ചെന്നു. തൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് നിന്നിൽ ഒരു മോഹവും ഇല്ല. അവൾ വിട്ടില്ല. രാമനോടും ലക്ഷ്മണനോടും ഇങ്ങനെ മാറി മാറി അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ടും ഒരു ഫലവും കാണാതെയായപ്പോൾ ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. അവൾ സ്വന്തം രൂപമെടുത്തു. രാക്ഷസിയായിട്ട് സീതയെ കണ്ട് സീതയുടെ അടുത്തേക്ക് ഉപദ്രവിക്കാനായി ഓടിച്ചെന്നു. അത് കണ്ട ലക്ഷ്മണൻ പെട്ടെന്ന് അവളുടെ നാസികാഛേദം ചെയ്തു വികൃതയാക്കി. ശൂർപ്പണഖ ഓടിച്ചെന്ന് സഹോദരന്മാരോട് കാര്യം പറഞ്ഞു. ഖരദൂഷണ, ത്രിശിരസ് തുടങ്ങി 3 പേരും സൈന്യത്തോടു കൂടെ കോപം കൊണ്ട് വിറച്ച് ശ്രീരാമചന്ദ്രനെ എതിർക്കാനായി ഓടി വന്നു.
ശ്രീരാമചന്ദ്രൻ അവരെ 3 പേരെയും പടയോടു കൂടെ തന്നെ മൃത്യുപുരത്തിലേക്ക് അയച്ചു. അതിനുശേഷം ശൂർപ്പണഖ ഓടി രാവണൻ്റെ മുന്നിലെത്തി. മായാമനുഷ്യനായ രാമനെപ്പറ്റിയും ലക്ഷ്മണനെപ്പറ്റിയും സീതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. തന്നെ വിരൂപിയാക്കിയതും അത് ചോദിക്കാൻ ചെന്ന ഖരദൂഷണ ത്രിശിരസ് തുടങ്ങിയവരെയും പടകളെയും വധിച്ചതും എല്ലാം രാവണനെ അറിയിച്ചു. അതിനുശേഷം രാവണൻ്റെ മനസ്സിളക്കാൻ ഒന്നും കൂടെ പറഞ്ഞു. സീത ത്രിലോക സുന്ദരിയാണ്, നിനക്ക് പത്നിയാക്കാൻ പറ്റിയ ഒരാളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ രാവണനാകെ ഇരിക്കപ്പൊറുതിയില്ലാതായി. ആകെ അങ്ങ് മോഹിച്ചു പോയി സീതയെ കിട്ടാനായിട്ട്. സീതയെ സ്വന്തമാക്കാനായിട്ട് ഒരു ഉപായം ആലോചിച്ച് മാരീചൻ്റെ അടുത്ത് ചെന്ന് മാരീചനെ പ്രേരിപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പൊന്മാനായി ചെന്ന് രാമലക്ഷ്മണന്മാരെ അകറ്റണം. സീത അവിടെ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. മാരീചനിത് ഒട്ടും സമ്മതമല്ലായിരുന്നു. കാരണം മാരീചൻ ഭഗവാന്റെ ഭക്തനായി കഴിയുകയാണല്ലോ. മാരീചൻ ചിന്തിച്ചു, രാവണൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ രാവണൻ എന്തായാലും തന്നെ വധിക്കും. ഇനി രാവണൻ പറഞ്ഞതനുസരിച്ചാലോ ശ്രീരാമചന്ദ്രനും തന്നെ വധിക്കും. എന്തായാലും മരണം തനിക്ക് ഉറപ്പാണ്. അതിനാൽ ശ്രീരാമചന്ദ്രൻ്റെ കൈകളാൽ വധിക്കപ്പെടുന്നതാണ് നല്ലത്. എന്നാൽ മോക്ഷം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഒട്ടും തന്നെ മനസ്സില്ലാതെ മാരീചന് ഇതിന് സമ്മതിക്കുകയുണ്ടായി. മാരീചൻ ഒരു പൊന്മാനായി ആശ്രമത്തിൻ്റെ അടുത്തു ചെന്ന് സീതയെ മോഹിപ്പിച്ചു. രാമലക്ഷ്മണന്മാരെ സീതയിൽ നിന്നകറ്റി. മാനിനെ പിടിക്കാൻ പറ്റാതെ വന്നപ്പോൾ ശ്രീരാമചന്ദ്രൻ അതിനെ ബാണമെയ്ത് വധിച്ചു. മാരീചൻ ശ്രീരാമചന്ദ്രൻ്റെ കൈകളാൽ വധിക്കപ്പെടുകയും മാരീചന് മോക്ഷം കിട്ടുകയും ചെയ്തു. മാരീചൻ അമ്പെയ്ത് വീണ സമയത്ത് രാമശബ്ദത്തിൽ ലക്ഷ്മണ എന്നുറക്കെ വിളിച്ചു. ലക്ഷ്മണ രക്ഷിക്കണേ. ഈ ശബ്ദം കേട്ട സീതാദേവി പറഞ്ഞു, ലക്ഷ്മണ നീ ചെന്ന് പെട്ടെന്ന് ഭഗവാനെ സഹായിക്കൂ. ഭഗവാൻ എന്തോ ആപത്തിൽ പെട്ടു എന്ന് തോന്നുന്നു. ഇത് കേട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ജ്യേഷ്ഠന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ നിലവിളി രാക്ഷസൻ്റേതാണ്. അത് മാരീചൻ്റെ മായയാണ് എന്ന് പറഞ്ഞു. പക്ഷേ സീതാദേവി അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. സീതാദേവി ലക്ഷ്മണനെ ഇങ്ങനെ ശകാരിക്കുകയായിരുന്നു. ലക്ഷ്മണ, നിൻ്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ശ്രീരാമചന്ദ്രൻ എന്തെങ്കിലും പറ്റിയാൽ നിനക്കെന്നെ സ്വന്തമാക്കണം. അതല്ലേ നിൻ്റെ ആഗ്രഹം തുടങ്ങി. സീതാദേവിയുടെ വാക്കുകൾ ഇങ്ങനെ ലക്ഷ്മണൻ്റെ മനസ്സ് നുറുങ്ങുന്ന ഹൃദയഭേദകമായിട്ടുള്ള ആ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മണന് സഹിക്കാതെ ഒരു നിവൃത്തിയുമില്ലാതെ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രനെ അന്വേഷിച്ചു പോയി. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയിൽ നിന്ന് അകറ്റിയ ആ തക്കം നോക്കി രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി. വിവരമറിഞ്ഞ ഭഗവാൻ വളരെയധികം ദുഃഖിതനായി. എന്നാൽ പോലും രാവണ നിഗ്രഹത്തിന് ഇതൊരു വഴിയായി പോയല്ലോ എന്നും അദ്ദേഹം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ സീതാദേവിയെ അന്വേഷിച്ച് ദുഃഖിതയായി നടന്ന ഭഗവാൻ ജടായുവിനെ കണ്ടു. എന്നെ വധിച്ചിട്ട് രാവണൻ അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ജടായു പ്രാണൻ വെടിയുകയും ചെയ്തു. ഭഗവാൻ അത് വളരെയധികം വിഷമമുണ്ടാക്കി. ജടായുവിന് വേണ്ടി സംസ്കാരക്രിയകളെല്ലാം ചെയ്തു. അതിനുശേഷം വീണ്ടും സീതാദേവിയെ അന്വേഷിച്ചു മുന്നോട്ട് പോയപ്പോൾ കബന്ധൻ എന്ന അസുരനെ ഭഗവാൻ വധിച്ചു. അതിനുശേഷം ശബരിയെ കണ്ടുമുട്ടി. ശബരിക്ക് മോക്ഷം കൊടുത്തു. പമ്പാ തീരത്ത് വെച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയെ കാണുന്നത്. ഹനുമാൻ സ്വാമിയെ കണ്ടപ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമായി, സമാധാനവുമായി. സഹായത്തിന് ഒരാളെ കിട്ടിയല്ലോ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സുഗ്രീവനുമായി സഖ്യം ചെയ്യണമെന്നും അത് സീതാന്വേഷണത്തിന് ഒരുപാട് ഗുണം ചെയ്യുമെന്നും ഹനുമാൻ പറയുകയുണ്ടായി. അങ്ങനെ സുഗ്രീവ സന്നിധിയിലെത്തിയിട്ട് ഭഗവാൻ സുഗ്രീവനുമായി സഖ്യം ചെയ്തു.
സുഗ്രീവൻ്റെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ബാലിയെ വധിച്ചിട്ട് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് നൽകാമെന്ന് ഭഗവാനും സീതാദേവിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാമെന്ന് സുഗ്രീവനും അഗ്നിസാക്ഷിയായിട്ട് ഹനുമാന്റെ മധ്യസ്ഥതയിൽ വാക്ക് പറയുകയുണ്ടായി. ബാലി അതിബലവാനായിരുന്നതിനാൽ കൊല്ലുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞപ്പോൾ തനിക്കതിന് കഴിയുമെന്ന് ഭഗവാനും പറഞ്ഞു. ഇത് കേട്ട് സുഗ്രീവൻ പറഞ്ഞു, ദുന്ദുഭിയുടെ തല ഒരു പർവ്വതം പോലെ അങ്ങനെ ഉയർത്തി എറിയുന്നവന് ബാലിയെ വധിക്കാൻ സാധിക്കും. ഈ ദുന്ദുഭി എന്ന് പറയുന്നത് ഒരു അസുരനാണ്. പോത്തിൻ്റെ തലയും കൊമ്പും ഒക്കെ ആയിട്ട് 1000 ആനയുടെ ശക്തിയുള്ള ഒരു അസുരനാണ് ദുന്ദുഭി. ഈ അസുരൻ ആ ശക്തിയിൽ അങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ട് പലരെയും പോയി പോരിന് വിളിക്കുകയുണ്ടായി. ആരും അവനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കാരണം അത്രയും ശക്തിയായിരുന്നു ദുന്ദുഭിക്ക്. ഒടുവിൽ ദുന്ദുഭി ബാലിയെ ചെന്ന് വിളിച്ചുണർത്തി യുദ്ധത്തിനായി ക്ഷണിച്ചു. ബാലിക്ക് അങ്ങ് ദേഷ്യം വന്നു. ബാലി ആ അസുരനിട്ട് ഒറ്റയടി അങ്ങ് കൊടുത്തു. തിരിച്ചു ബാലിക്കും കിട്ടി അതേപോലെ. അവർ തമ്മിൽ ഭയങ്കര അടിയായി, പിടിയായി, യുദ്ധമായി. ഒടുവിൽ ദേഷ്യം വന്നിട്ട് ബാലി ദുന്ദുഭിയെ എടുത്ത് ഒരു ഏറ് വെച്ചു കൊടുത്തു. അത് പോയി വീണത് ഋഷിമൂക പർവ്വതത്തിൻ്റെ മുകളിലായിരുന്നു. അവിടെ ചെന്ന് ദുന്ദുഭി മരിക്കുകയും ചെയ്തു. അവിടെ വീണിട്ടാണ് ദുന്ദുഭി മരിച്ചത്. അത്രയും വലിയ പർവ്വതം പോലെയുള്ള ആ ദുന്ദുഭിയുടെ തല എടുത്ത് പൊക്കി എറിയുന്നവന് ബാലിയെ വധിക്കാൻ കഴിയും. ഇങ്ങനെയാണ് സുഗ്രീവൻ പറഞ്ഞത്. അതുകൂടാതെ തന്നെ ബാലിക്ക് മൽപ്പിടുത്തം നടക്കാനുള്ള സപ്തവൃക്ഷങ്ങളെയും കിട്ടിയിട്ടുണ്ട്. ഈ സാലവൃക്ഷങ്ങളെ ഒറ്റയടിക്ക്, അതായത് വട്ടത്തിലാണ് ഈ സാലവൃക്ഷങ്ങൾ നിൽക്കുന്നത്. ഇത് ഒറ്റയടിക്ക് എയ്ത്ത് വീഴ്ത്തുന്ന ആൾക്കും ബാലിയെ വധിക്കാൻ സാധിക്കും. സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ആ പർവ്വതം പോലെ ഇരിക്കുന്ന ദുന്ദുഭിയുടെ തല ഒരു പന്തെടുത്ത് എറിയുന്നത് പോലെ അനായാസേന ഒരേറ് കൊടുത്തു. കാല് വിരലുകൊണ്ട് തട്ടി അങ്ങ് എറിഞ്ഞു. അതുമാത്രമല്ല, ഒരേ ഒരു ശരം കൊണ്ട് തന്നെ ആ സപ്തസാലങ്ങളെയും വട്ടത്തിൽ നിൽക്കുന്ന സപ്തസാലങ്ങളെയും ഭഗവാൻ ഒരമ്പു കൊണ്ട് എയ്ത് വീഴ്ത്തി. അങ്ങനെ സുഗ്രീവന് മനസ്സിലായി ഭഗവാന് ബാലിയെ വധിക്കാൻ പ്രാപ്തനാണ് എന്ന്. അങ്ങനെയാണ് സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിനായി പോരിന് വിളിക്കുന്നത്. ബാലി സുഗ്രീവ യുദ്ധത്തിൽ സുഗ്രീവനെ വധിക്കാൻ ശ്രമിച്ച ബാലിയെ ഭഗവാൻ വൃക്ഷത്തിൻ്റെ മറവിൽ നിന്ന് കൊണ്ട് അമ്പെയ്തു. ഒളിയമ്പാൽ ബാലിയെ ഭഗവാൻ കൊന്നിട്ട് സുഗ്രീവന് കിഷ്കിന്ധ രാജ്യവും കൊടുത്തു. രാജ്യാഭിഷേകവും ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം വർഷക്കാലം സീതാന്വേഷണത്തിന് ബുദ്ധിമുട്ടായത് കാരണം ഭഗവാൻ അത് കഴിഞ്ഞിട്ട് സീതാന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ അതുവരെ ഭഗവാൻ മാതംഗാശ്രമത്തിന് സമീപം സീതാദേവിയെ ഓർത്തോർത്ത് വിരഹദുഃഖം സഹിച്ച് വ്രതത്തിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു. ഭഗവാൻ ആ ചാതുർമാസ്യം കഴിഞ്ഞിട്ടും സുഗ്രീവൻ സീതാന്വേഷണത്തിന് തയ്യാറായില്ല. ഇത് കണ്ട ശ്രീരാമചന്ദ്രൻ അനുജനായ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയച്ചു. ലക്ഷ്മണൻ നല്ല ദേഷ്യത്തോടു കൂടെ തന്നെ കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് പറഞ്ഞു, ബാലിയെ വധിച്ച അമ്പ് ഇപ്പോഴും എൻ്റെ ജ്യേഷ്ഠൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് സുഗ്രീവൻ പേടിച്ചു പോയി. ഉടൻ തന്നെ വാനര സൈന്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് സുഗ്രീവൻ ഭഗവാന്റെ ദർശനത്തിനെത്തിയിട്ട് പറഞ്ഞു, ഇതാ ഈ സൈന്യമെല്ലാം അങ്ങയുടെ നിയോഗമനുസരിച്ച് എന്തും ചെയ്യാൻ സന്നദ്ധമായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ ഒന്ന് അരുളി ചെയ്യുക മാത്രമേ വേണ്ടൂ. അപ്പോൾ ഭഗവാന് വളരെയധികം സന്തോഷമായി. ഭഗവാൻ സീതാന്വേഷണത്തിന് വേണ്ടി കപിസൈന്യങ്ങളെയൊക്കെ നിയോഗിച്ചിട്ട് ഹനുമാനെ മാത്രം പ്രത്യേകം വിളിച്ചിട്ട് സീതയ്ക്ക് വിശ്വാസം വരുന്നതിനായി മുദ്രമോതിരവും സന്ദേശവും എല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാ ദിക്കിലേക്കുമായി സൈന്യം സീതാദേവിയെ അന്വേഷിച്ച് പുറപ്പെടുകയുണ്ടായി. വഴിയിൽ വെച്ച്
ഹനുമാൻ സ്വാമി സമ്പാദിയെ കാണാനിടവന്നു. സമ്പാദിയും ജടായുവും സഹോദരന്മാരായിരുന്നു. അവർ സൂര്യമണ്ഡലത്തിലേക്ക് ഉയർന്നു പൊങ്ങി പറക്കുന്നതിനിടയിൽ സമ്പാദിയുടെ ചിറക് മുഴുവനും കരിഞ്ഞു. സമ്പാദി നിലത്തു വീണു. ഇങ്ങനെ എത്തിയ സമ്പാദി ആ വാനരന്മാരോട് തൻ്റെ കഥകൾ എല്ലാം പറഞ്ഞു. വാനരന്മാരിൽ നിന്ന് ശ്രീരാമചന്ദ്രൻ്റെ കഥയും കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സമ്പാദിക്ക് തൻ്റെ ആ കരിഞ്ഞു പോയ ചിറകുകളെല്ലാം മുളച്ചു വന്നു. എന്നിട്ട് സമ്പാദി ആ ചിറകുകൾ കൊണ്ട് പറന്നുയർന്ന് സീതാദേവി ലങ്കയിലിരിക്കുന്നതായി താൻ കാണുന്നതായി അറിയിച്ചു. ഇതറിഞ്ഞ ഹനുമാൻ സ്വാമി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി. അശോകവനത്തിലിരിക്കുന്ന സീതാദേവിയെ കണ്ടു. മുദ്രമോതിരവും കൊടുത്തു. സന്ദേശവും അറിയിച്ചു. താൻ വന്ന കാര്യം ലങ്കാധിപതിയായ രാവണൻ അറിയാനായി ഹനുമാൻ സ്വാമി ഉദ്യാനമെല്ലാം തല്ലിത്തകർത്തു. എതിർക്കാൻ വന്നവരെയെല്ലാം വധിച്ചു. രാവണപുത്രനായ അക്ഷകുമാരനെയും വധിച്ചു. ഇതറിഞ്ഞ് എതിർക്കാൻ വന്ന രാവണപുത്രനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്താൽ ഹനുമാൻ സ്വാമിയെ ബന്ധിച്ച് രാവണസഭയിലേക്ക് കൊണ്ടുപോയി. രാവണൻ ഇതൊക്കെ കണ്ട് ദേഷ്യം അടക്കാൻ കഴിയാതെ ഹനുമാൻ സ്വാമിയെ വധിക്കാൻ കൽപ്പിച്ചു. പെട്ടെന്ന് വിഭീഷണൻ പറഞ്ഞു, ദൂതനെ കൊല്ലുന്നത് ധർമ്മമല്ല, എന്തെങ്കിലും അടയാളം ചെയ്തയക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ഹനുമാന്റെ വാലിൽ എണ്ണ തിരികൊളുത്തി വാലിനു ചുറ്റും തീ കൊളുത്തി. ആ തീയും കൊണ്ട് ഹനുമാൻ സ്വാമി ലങ്ക മുഴുവനും ചുട്ടരിച്ചു. എന്നിട്ട് സീതാദേവിയെയും കണ്ട് അടയാളവാക്യവും ചൂഡാരത്നവും ഒക്കെ വാങ്ങിയിട്ട് വളരെ സന്തോഷത്തോടു കൂടെ സമുദ്രം ചാടിക്കടന്ന് ഭഗവാന്റെ അടുത്തെത്തി. ഹനുമാൻ സ്വാമി ഭഗവാനിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ തികച്ചും നിസ്വാർത്ഥമായിട്ട് ഭക്തിയോടുകൂടി കരുണയോടു കൂടിയാണ് ഭഗവാനെ സേവിച്ചത്. അതോടൊപ്പം തന്നെ ഭഗവാൻ തിരിച്ച് ഹനുമാൻ സ്വാമിയോടും ഉണ്ടായിരുന്നു അത്രയേറെ ഇഷ്ടം. ഭഗവാൻ എന്ത് കൽപ്പിച്ചാലും അത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ചോദിക്കാതെ ഭഗവാൻ പറഞ്ഞ കാര്യം അതേപടി ചെയ്യാൻ ഹനുമാൻ സ്വാമിക്ക് വളരെ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയുള്ള ആ ഹനുമാൻ സ്വാമിയിൽ നിന്ന് ഭഗവാൻ സീതാദേവിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിഞ്ഞു. സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ കൂറ്റൻ വാനര സൈന്യത്തോടൊപ്പം ഭൂമണ്ഡലത്തെ മറയ്ക്കുവണ്ണം അത്രയുമുള്ള ആ വാനര സൈന്യത്തോടൊപ്പം ഭഗവാൻ പുറപ്പെട്ട് സമുദ്രതീരത്തെത്തി. അവിടെ വെച്ച് രാവണൻ്റെ അനുജനായ വിഭീഷണനെ അവിടെ വെച്ചിട്ടാണ് ഭഗവാൻ കാണുന്നത്. വിഭീഷണൻ വന്ന് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഭഗവാൻ വിഭീഷണന് അഭയം കൊടുക്കുകയും ചെയ്തു. വിഭീഷണൻ്റെ നാവിൽ നിന്നാണ് രാവണൻ്റെ കാര്യങ്ങളെല്ലാം ഭഗവാൻ പിന്നീട് അറിയുന്നത്. സമുദ്രം കടക്കാൻ എന്താണ് ഒരു വഴി എന്ന് ആലോചിച്ചു. അങ്ങനെ വരുണനെ ധ്യാനിച്ച് 3 ദിവസം തപസ്സനുഷ്ഠിച്ചു. എന്നാൽ വരുണൻ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായില്ല. ഭഗവാന് ദേഷ്യം വന്നു. ഭഗവാൻ ആഗ്നേയാസ്ത്രം തൊടുത്ത് ജലം ഇല്ലാതാക്കാൻ തുനിഞ്ഞപ്പോൾ ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് ഭയന്ന് വരുണൻ ഭഗവാന് മുന്നിൽ സ്തുതിച്ചുകൊണ്ട് പ്രസാദിച്ചു. എന്നിട്ട് സമുദ്രത്തിൽ ചിറകെട്ടി സമുദ്രം കടക്കാൻ അനുവദിക്കുകയുണ്ടായി. വാനരന്മാർ കൊണ്ടുവന്ന കല്ലും കുന്നും മലയും ഒക്കെ ഉപയോഗിച്ച് ലങ്കയിലേക്കുള്ള സേതു ബന്ധനമാർഗം ശരിയാക്കി. അതിൽ കൂടെയാണ് ഭഗവാൻ ലങ്കയിലേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ ചെന്നിട്ട് വാനര സൈന്യവും രാക്ഷസ സൈന്യവും എല്ലാവരും യുദ്ധമായി. ഇതിനിടയിൽ ഇന്ദ്രജിത്ത് സൂത്രത്തിൽ നാഗാസ്ത്രം എയ്തു. എന്നിട്ട് ഭഗവാനെയും ലക്ഷ്മണനെയും ബന്ധിച്ചു. ഇത് കണ്ട് സാക്ഷാൽ ഗരുഡ ഭഗവാൻ വന്നു. ഗരുഡൻ കാറ്റുപോലെ വന്നു. ആ ഗരുഡൻ്റെ ചിറകടി ഏറ്റിട്ട് ഭഗവാനും ലക്ഷ്മണനും നാഗാസ്ത്രത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. പിന്നീട് രാവണൻ്റെ അമ്പേറ്റിട്ട് ലക്ഷ്മണന് മോഹാലസ്യം ജീവാപായമുണ്ടായി. അപ്പോൾ നമ്മുടെ ഹനുമാൻ സ്വാമി ഔഷധകരണി കൊണ്ടുവന്ന് അതിലെ കാറ്റിട്ടിട്ട് ലക്ഷ്മണന് വീണ്ടും ജീവൻ തിരിച്ചു കിട്ടി. ഭയങ്കര മായാപ്രയോഗികളായിരുന്നു അസുരന്മാർ. അസുരന്മാരുടെ ആ മായാപ്രയോഗം കൊണ്ട് ഭഗവാന്റെ മനസ്സാകെ വിഷമിച്ചു. അപ്പോൾ വിഭീഷണൻ്റെ വാക്ചാരിത്വം കൊണ്ട് ഭഗവാന് ആശ്വാസമായി. അങ്ങനെ കുംഭകർണനും യുദ്ധത്തിനായി വന്നപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ട് കുംഭകർണനും മോക്ഷം കിട്ടി.
അങ്ങനെ രാമരാവണ യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കെ ആ സമയത്ത് രാവണൻ തേരിൽ നിന്നും ശ്രീരാമചന്ദ്രൻ നിലത്ത് നിന്നുമാണ് യുദ്ധം ചെയ്യുന്നത്. ഇത് കണ്ട ദേവേന്ദ്രൻ തൻ്റെ സാരഥിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തേര് കൊണ്ടുപോയി ഭഗവാന് കൊടുക്കണം. ഭഗവാന്റെ ഹിതമനുസരിച്ച് തേര് നിർത്തി നീ യുദ്ധത്തിന് ഭഗവാനെ സഹായിക്കണം. അങ്ങനെ ഭഗവാനും തേര് കിട്ടി യുദ്ധം വീണ്ടും തുടർന്നു. യുദ്ധം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കെ അവസാനം അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ബ്രഹ്മാസ്ത്രം തന്നെ വേണ്ടി വന്നു രാവണവധത്തിനായി. അങ്ങനെ രാമരാവണ യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയാൽ രാവണൻ വധിക്കപ്പെട്ടു. അതിനുശേഷം സീതാദേവിയെ അഗ്നിപ്രവേശനമൊക്കെ ചെയ്ത് പരിശുദ്ധിയാണ് എന്ന് ലോകസമ്മതമാക്കിക്കൊണ്ട് പിന്നീട് എല്ലാവരും പുഷ്പക വിമാനത്തിൽ തിരിച്ച് അയോധ്യയിലേക്ക് പോരുകയുണ്ടായി. അങ്ങനെ അയോധ്യയിലെത്തിയ ശേഷം പട്ടാഭിഷേകമൊക്കെ കഴിഞ്ഞ് അയോധ്യാപുരിയിൽ സന്തോഷമായി അങ്ങനെ വാഴുന്ന കാലത്ത് ഒരിക്കൽ സീതാദേവിയെക്കുറിച്ച് ഒരപവാദമുണ്ടായി. 1 വർഷം രാവണഗ്രഹത്തിൽ പാർത്തിരുന്ന സീതാദേവിയെ ഭഗവാൻ സ്വീകരിച്ചത് അത്ര ശരിയായില്ല എന്നൊരാക്ഷേപം ഭഗവാൻ കേൾക്കാനിടയായി. ഭഗവാൻ അത് വളരെയധികം വിഷമമുണ്ടാക്കി. സീതാദേവി പരിശുദ്ധയാണെന്ന് ഭഗവാൻ അറിയാം. എന്നിട്ടും പ്രജാക്ഷേമ തൽപരനും ധർമ്മിഷ്ഠനും ആയ ഭഗവാൻ രാജധർമ്മം പരിപാലിക്കാനായി സീതാദേവിയെ പരിത്യജിക്കുകയുണ്ടായി. സീതാദേവിയെ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ച് വരാനായി അനുജനായ ലക്ഷ്മണനോട് ആജ്ഞാപിച്ചു. ലക്ഷ്മണന് വളരെയധികം വിഷമമായി. എങ്കിലും രാജാവിൻ്റെ ആജ്ഞ മാനിച്ച് ലക്ഷ്മണൻ സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോയി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചു. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഉപേക്ഷിച്ചു വന്നത്. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടിട്ട് അത് ആരാണ് എന്ന് വാൽമീകി മഹർഷി ആരായുകയും സീതയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടവണ്ണം സ്വീകരിച്ച് ദേവിയെ ആ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ആശ്രമത്തിൽ ദേവി മുനിയുടെ മകളെപ്പോലെ തന്നെയാണ് കഴിഞ്ഞത്. ആ ആശ്രമത്തിൽ കഴിഞ്ഞിരുന്ന സമയത്താണ് സീതാദേവിക്ക് 2 ഉണ്ണികൾ പിറന്നത്. സൂര്യവംശത്തിൽ പിറന്ന ആ ഉണ്ണികൾ ആശ്രമത്തിൽ ജനിച്ച് ആശ്രമത്തിലാണ് വളർന്നത്. ലവൻ എന്നും കുഷൻ എന്നും അവർക്ക് മുനി പേര് നൽകി. അതിനിടെ ഒരിക്കൽ ശ്രീരാമചന്ദ്രൻ അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കെ യാഗശാലാ കവാടത്തിലെത്തിയ വാൽമീകി മഹർഷിയുടെ ശിഷ്യഗണങ്ങളുടെ ഗാനാലാപനം കേൾക്കാൻ ഇടയായി. സ്വന്തം പുത്രന്മാരായ ലവകുശന്മാർ യാഗശാലയിൽ വെച്ച് വാൽമീകി മുനി രചിച്ച രാമകഥാകാവ്യം രാമായണം എന്ന കൃതി മനോഹരമായി ആലപിച്ചു. ശ്രീരാമ ഭഗവാന് വളരെയധികം സന്തോഷമായി, സന്തുഷ്ടനായി. അത് തൻ്റെ കുമാരന്മാർ തന്നെയാണ് എന്നറിഞ്ഞിട്ട് ഒരുപാട് സന്തോഷമായി. അപ്പോൾ മുനിയുടെ ആജ്ഞാനുസരണം സീതാദേവിയെ കൈക്കൊള്ളുവാനും ഭഗവാൻ തയ്യാറായി. എന്നാൽ സീതാദേവിയാകട്ടെ തൻ്റെ അമ്മയായ ഭൂമിദേവിയെ ശരണം പ്രാപിച്ച് ഭൂഗർഭത്തിൽ അന്തർധാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് കണ്ട് ഭഗവാന് വീണ്ടും കുറേയേറെ വിഷമത്തിലായി. ഒരുപാട് ദുഃഖിച്ചു ഭഗവാൻ. അങ്ങനെ കാലങ്ങൾ പോകവേ കാലദേവൻ അയോധ്യപുരിയിലെത്തി. ഒരു താപസൻ്റെ വേഷത്തിലായിരുന്നു വന്നത്. രാജാവിനെ കാണണമെന്നും സംഭാഷണം രഹസ്യമായിരിക്കണമെന്നും സംഭാഷണ മധ്യേ ആരെങ്കിലും അവിടെ എത്തിയാൽ ആ ആൾ വധിക്കപ്പെടുമെന്നും വ്യവസ്ഥ വെച്ചിട്ട് ലക്ഷ്മണനെ കാവൽ നിർത്തിയിട്ടാണ് ഭഗവാനുമായി കാലദേവൻ സംസാരിക്കാൻ തുടങ്ങിയത്. ഈ വ്യവസ്ഥയനുസരിച്ച് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ ദുർവാസാവ് മഹർഷി അവിടെ വന്നു. ഉടനെ തന്നെ ശ്രീരാമചന്ദ്രനെ കാണണമെന്നായി മഹർഷി. ലക്ഷ്മണനാണ് കാവൽ നിന്നത്. അപ്പോൾ ലക്ഷ്മണൻ വിചാരിച്ചു, മഹർഷി കോപിച്ചാൽ ഈ വംശം തന്നെ മുടിയും. ഞാൻ ചെന്നാൽ ഞാൻ മാത്രമേ വധിക്കപ്പെടൂ. രാജ്യം എന്തായാലും രക്ഷപ്പെടും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ലക്ഷ്മണൻ എന്തും വരട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ അന്തപുരത്തിലേക്ക് പോയി. മഹർഷി വന്ന കാര്യവും പറഞ്ഞ വ്യവസ്ഥയനുസരിച്ച് ലക്ഷ്മണൻ വധിക്കപ്പെടേണ്ടതാണ്. വധവും ഉപേക്ഷിക്കലും ഒക്കെ തുല്യമായ ദുഃഖം നൽകുന്നത് കൊണ്ട് തന്നെ ഭഗവാൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. ഭഗവാനുമായിട്ടുള്ള ആ വേർപാട് സഹിക്കാൻ വയ്യാതെ ലക്ഷ്മണൻ സരയൂ നദിയിൽ പോയി ജീവത്യാഗം ചെയ്തു. എന്നിട്ട് യമധർമ്മൻ
അവിടെ നിന്നും പോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയും കേട്ടിട്ട് തന്നെ ഭഗവാൻ സകല ഭക്തഭൃത്യരോടും കൂടി സരയൂ നദിയിൽ പോയി മുങ്ങി സ്വർഗാരോഹണം നടത്തി വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയുണ്ടായി. ഹരേ കൃഷ്ണ. ശ്രീരാമ ഭഗവാന്റെ അവതാരം ഇങ്ങനെയാണ്. ഭഗവാൻ ഒരു മനുഷ്യ അവതാരം എടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ കാമത്തിലുള്ള അത്യാസക്തി കൊണ്ട് വിരഹദുഃഖം അനുഭവിക്കാനും ധർമ്മത്തിലുള്ള അത്യാസക്തി കൊണ്ട് നിരപരാധികളെ ത്യജിക്കാൻ ഇടയാകുമെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്താനും കൂടെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഒരു അവതാരം തന്നെ എടുത്തത്. അല്ലെങ്കിൽ പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ മനസ്സിനുണ്ടോ എന്തെങ്കിലും വികാരം? ഭഗവാൻ നിർവികാരനാണ്. ഭഗവാന് ദുഃഖമില്ല, സുഖമില്ല. നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന് രാഗമോ ദോഷമോ ഒന്നുമില്ല. സാധാരണ ജനങ്ങൾക്ക് ഇതൊക്കെ കാട്ടിക്കൊടുക്കാനാണ് ശ്രീരാമചന്ദ്രൻ സീതാവിരഹ ദുഃഖം തന്നെയും അനുഭവിച്ചത്. സത്യത്തിൽ ഭഗവാൻ അത് ഒരു അഭിനയം മാത്രമായിരുന്നു. ധർമ്മത്തിലുള്ള നിഷ്ഠയും അത്യാസക്തിയും കൊണ്ടാണ് ഭഗവാന് സീതാദേവിയെയും ലക്ഷ്മണനെയും പരിത്യജിക്കേണ്ടി വന്നത്. ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന പലരും ഇന്നും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സൂചനയായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. സർവം രാധാ കൃഷ്ണാർപ്പണമസ്തു.